എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് 9ാമത്തെ ക്ലാസ്സാണ്, പാർട്ട് 9. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഭാഗത്തെപ്പറ്റി കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ക്ലാസ് ലോങ് ആയതുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് ആദ്യമേ തന്നെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് ഭാഷയും ഭാഷാ വികസനത്തെ പറ്റിയും നോം ചോസ്കിയുടെയും വൈഗോസ്കിയുടെയും ഒക്കെ ചില സംഭാവനകളെക്കുറിച്ചാണ് അവരുടെ വീക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കുന്ന മുമ്പ് ഈശ്വര പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ കേട്ടറ്റിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, PSC അങ്ങനെയുള്ള മത്സര പരീക്ഷകളിലെ മെയിനായിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും ഒരു സമഗ്രമായ പഠനമാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടറ്റിലെ സൈക്കോളജി ക്ലാസ്സുകളും അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 എഴുതുന്നവർക്ക് വേണ്ടിയുള്ള സോഷ്യൽ സയൻസ് ക്ലാസ്സുകളുമാണ്. അപ്പോൾ വരുന്ന നാളുകളിൽ കേട്ടറ്റിൻ്റെ തന്നെ എല്ലാ ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള സയൻസ് വിഷയങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും കേട്ടറ്റിൻ്റെ നമ്മൾ അതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എന്നും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മോറൽ ഡെവലപ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ. മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാൻമാർഗിക വികസനമാണ്. അത് താഴെ തന്നിരിക്കുന്ന ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, അത് ബുദ്ധിശക്തിയുടെ വികസനമാണ്. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ലേണിങ്, അതുപോലെ തന്നെ പെർസെപ്ഷൻ, സോഷ്യലൈസേഷൻ. ഇതിലേതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ഒരു സാൻമാർഗിക വികസനം ഉണ്ടെങ്കിലേ നല്ല സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അയാൾക്ക് സമൂഹത്തോട് പെരുമാറുവാനും എല്ലാം കഴിഞ്ഞാലല്ലേ അയാൾക്കൊരു സാമൂഹിക ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഉത്തരം സോഷ്യലൈസേഷൻ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രക്ഷിതാക്കളിൽ നിന്നുള്ള ശിക്ഷയെ ഭയന്ന് കുട്ടികൾ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിലെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? നമ്മൾ കോൾബർഗിൻ്റെ സാൻമാർഗിക ഘട്ടങ്ങളെ കുറിച്ച് പഠിച്ചു. അത് പ്രീ കൺവെൻഷണൽ ലെവലെന്നും കൺവെൻഷണൽ ലെവലെന്നും പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ എന്നെല്ലാം പഠിച്ചു. അപ്പോൾ ഈ ഓരോ സ്റ്റേജുകളിലുമായി 6 ഘട്ടങ്ങൾ വരുന്നുണ്ട്. ഇതിൽ വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിതാനന്തര തലം, വ്യവസ്ഥാപിത പൂർവ്വതലം, ഹെട്രോണമി അതോറിറ്റി തലം. ഹെട്രോണമിയും അതോറിറ്റിയും അത് പിയാഷെയുടെയാണ്, ഹെട്രോണമി അതോറിറ്റി. എന്നാൽ ഇത് ഇപ്പോൾ പറയുന്നത് കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന തലങ്ങളെക്കുറിച്ചാണ്. അതിൽ ഈ ശിക്ഷയെ ഭയന്നുകൊണ്ട് കുട്ടി പെരുമാറുന്നത് അത് ഏത് തലമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ഇതിൽ നോക്കൂ, കൺവെൻഷണൽ ലെവൽ, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ, പ്രീ കൺവെൻഷണൽ ലെവൽ എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥാപിത പൂർവ്വതലത്തിൽ, അതായത് പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ പഠിച്ചിട്ടുണ്ട്. അതായത് കുട്ടിയുടെ 4 മുതൽ 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പല കാര്യങ്ങൾ മുതിർന്നവരെ അനുസരിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് പ്രീ കൺവെൻഷണൽ ലെവലാണ്. അതായത് വ്യവസ്ഥാപിത പൂർവ്വതലം. 4 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾ മുതിർന്നവരെ അനുസരിക്കുന്നത് പലപ്പോഴും ശിക്ഷയിൽ ഭയന്നുകൊണ്ടാണ്. അപ്പോൾ ആൻസർ പ്രീ കൺവെൻഷണൽ ലെവൽ എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സമ്മാനങ്ങൾക്ക് വേണ്ടി മാത്രം രക്ഷിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കുന്ന പ്രണവ് കോൾബർഗിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലായിരിക്കും? ഇവിടെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, ഓട്ടോണമസ് മൊറാലിറ്റി. ഓട്ടോണമസ് മൊറാലിറ്റി ഒക്കെ പിയാഷെയുടെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതിൽ ഏതായിരിക്കും? അപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മുതിർന്നവരെ അനുസരിക്കുക, ഇതൊക്കെ ഏതാണ് പറഞ്ഞത്? അതെ, പ്രീ കൺവെൻഷണൽ ലെവലാണ്. അപ്പോൾ പ്രീ കൺവെൻഷണൽ ലെവലിലാണ്
കുട്ടി എന്തെങ്കിലും നേടിയെടുക്കാൻ കാര്യസാധ്യത്തിന് വേണ്ടി മുതിർന്നവരെ അനുസരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവും പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്നുള്ളതാണ്. ഈ ഓട്ടോണമി, അഡോളസൻസ് ഒക്കെ എന്നുള്ളത് പിയാഷയുടെയാണ്. അപ്പോൾ ഈ ആദ്യം തന്നിരിക്കുന്ന 3 പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയാണ് ഒരു കുട്ടി സമ്മാനത്തിന് വേണ്ടി എന്തിനെങ്കിലും വേണ്ടി മുതിർന്നവരെ ആശ്രയിക്കുന്നതും അനുസരിക്കുന്നതും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമ്മേ, എനിക്കൊരു ട്രോഫി തരികയാണെങ്കിൽ ഞാൻ നന്നായി പെരുമാറാം. കോൾബർഗിൻ്റെ അഭിപ്രായത്തിൽ ധാർമ്മിക വികസനത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? ഇവിടെയും ശ്രദ്ധിച്ചു നോക്കൂ. കുട്ടിക്കൊരു സമ്മാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി കുട്ടി മുതിർന്നവരെ അനുസരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതും ഏത് ഘട്ടം തന്നെയായിരിക്കും? അതെ, ആ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കൂ. യാഥാസ്ഥിതിക പൂർവ്വഘട്ടം, യാഥാസ്ഥിതിക ഘട്ടം, ഇന്ദ്രിയ ചാലകഘട്ടം, വ്യവസ്ഥാപിത ആനന്തരഘട്ടം. ഇതിൽ യാഥാസ്ഥിക എന്തെന്നപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സംശയം തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ഓപ്ഷൻസ് ഒന്ന് നോക്കൂ. യാഥാസ്ഥിതിക പൂർവ്വഘട്ടം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ആണ്. അതുപോലെ കൺവെൻഷണൽ, സെൻസറി മോട്ടോർ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് എന്നിവയാണ്. ഇതും എന്ത് തന്നെയാണ്? പ്രീ കൺവെൻഷണൽ സ്റ്റേജാണ്. അതായത് വ്യവസ്ഥാപിത പൂർവ്വതലം, അതായത് യാഥാസ്ഥിതിക പൂർവ്വഘട്ടത്തിലാണ് എന്തെങ്കിലും ലഭിക്കാൻ, ഒരു സമ്മാനം കിട്ടാനൊക്കെ വേണ്ടി കുട്ടി മറ്റുള്ളവരെ അനുസരിക്കുകയാണ്. അല്ലെങ്കിൽ അമ്മയോട് പറയുകയാണ്, അമ്മ ഒരു സമ്മാനം വാങ്ങിച്ച് തന്നാൽ ഞാൻ നല്ല രീതിയിൽ പെരുമാറാമെന്നുള്ളത്. ഇവിടെ കുട്ടിക്കൊരു കാര്യം നേടിയെടുക്കണം, ആ ഒരു ഉദ്ദേശമാണ് കുട്ടി അനുസരിക്കുന്നതിനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരവും പ്രീ കൺവെൻഷണൽ സ്റ്റേജ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഭാഷാ വികസനത്തെക്കുറിച്ചാണ്. ഒരു ഭാഷാ വികസനം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സംസാരിക്കാനും എഴുതാനുമുള്ള കഴിവ് തന്നെയാണ് ഭാഷാ വികസനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. കായിക പരിപക്വത, മാനസിക ശേഷി, വൈകാരിക ഘടന, സാമൂഹിക ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ ഒരു വ്യക്തിയുടെ ഭാഷാ വികസനത്തിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ്. ഒരു വ്യക്തി ഭാഷ പഠിക്കണമെങ്കിൽ അയാൾക്ക് കായികമായ ആരോഗ്യമുണ്ടാവണം. അത്യാവശ്യം കാര്യങ്ങളും ആരോഗ്യമുള്ള കുട്ടികളാണ് കൂടുതൽ വേഗത്തിൽ ഭാഷകളെല്ലാം പഠിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു ശാരീരികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന കുട്ടികളാണെങ്കിൽ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് അവർക്ക് സാമൂഹിക ബന്ധങ്ങളും എല്ലാം കുറയുന്നതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ അവരുടെ ഭാഷയിൽ വികസനങ്ങൾ സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ മാനസിക ശേഷി, കുട്ടിയുടെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിശക്തി കുറവുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ ഭാഷ പ്രയോഗിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ വൈകാരിക ഘടന, അതുപോലെ തന്നെ സാമൂഹിക ബന്ധങ്ങൾ, വളരെയധികം സാമൂഹിക ബന്ധങ്ങൾ പുലർത്തുന്നവർക്ക് ധാരാളം ഭാഷകൾ, അത് തന്നെ പഠിച്ച ഭാഷയിൽ തന്നെ വികസനങ്ങളെല്ലാം ഉണ്ടാവുന്നു. ഇപ്പോൾ ഒരു ന്യൂട്രൽ ഫാമിലിയിലെ കുട്ടിയെ എടുത്താൽ ഒരു കൂട്ടുകുടുംബത്തിലെ ഫാമിലിയിലെ കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഫാമിലിയിലെ കുട്ടിയുടെ സംസാരവും എല്ലാം കുറവായിരിക്കും. മറ്റു കുട്ടി ധാരാളം ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഭാഷാ വികസനത്തിൻ്റെ പ്രധാന കാരണങ്ങളാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഭാഷാ വികസനം കൃത്യമായ ആശയഗ്രഹണത്തെ ആശ്രയിച്ചിരിക്കും. ഒരു ഭാഷ ഒരു കുട്ടി പഠിക്കണമെങ്കിൽ അത് പറയുന്നത്, അത് ആ കുട്ടി കൺവേ ചെയ്യുന്ന കാര്യം കൃത്യമായ ആശയം ആ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ ഒരു ആശയവിനിമയത്തിന് വേണ്ടിയാണല്ലോ ഭാഷ. അപ്പോൾ എന്താണ് താൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് താൻ കേൾക്കുന്നതെന്നും കുട്ടിക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാവണം. ഉള്ളിൽ അതിനെക്കുറിച്ച് വ്യക്തമായൊരു ആശയം കുട്ടിക്ക് മനസ്സിലായാൽ മാത്രമേ വേണ്ട രീതിയിൽ ഭാഷ പ്രയോഗിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നന്നായി കുട്ടിക്ക് നല്ല രീതിയിലൊരു ഭാഷ പറയണമെങ്കിൽ അനുകരിക്കാൻ പറ്റിയ നല്ലൊരു മാതൃക വേണം. അതൊരു നല്ല അധ്യാപകനാണെങ്കിലും അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെ കുട്ടിക്ക് നല്ല രീതിയിൽ ഭാഷ വികസിപ്പിക്കാൻ അത്തരത്തിലുള്ള വ്യക്തികളുമായിട്ടുള്ള ഇടപഴകലുകൾ വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ കുട്ടിയുടെ ഭാഷാ വികസനം വേണ്ട രീതിയിൽ സാധ്യമാവുകയുള്ളൂ. അധ്യാപകൻ്റെ ഭാഷ വളരെ ലളിതവും ലാളിത്യം നിറഞ്ഞതുമായ രീതിയിൽ, അങ്ങനെയുള്ള രീതിയിലായിരിക്കണം അധ്യാപകൻ എപ്പോഴും കുട്ടികളോട് ഇടപഴകേണ്ടത്. നമ്മൾ ഈ ഒരു ആശയവിനിമയം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഭാഷ ഉപയോഗിക്കുന്നത്. ഈ ആശയവിനിമയത്തിന് തന്നെ 6 സങ്കേതങ്ങളുണ്ട്. ഒന്ന് ഭാഷണം, അതായത് വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്നത്. ചിലത്
ഒരു വിവിധ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന മുഖചലനവും ശാരീരിക ചലനവും ചില രീതിയിൽ ആംഗ്യഭാഷയിലും മറ്റും കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ സ്പർശനം, നമുക്കിപ്പോൾ ഒരാളെ വിളിക്കുന്നതിന് പകരം അയാളെ തൊട്ടാൽ, അയാളെ ഒന്ന് തോണ്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ സ്പർശനം. പിന്നെ ചെകിടന്മാർ പ്രയോഗിക്കുന്ന സൂചക ഭാഷ, അവരും പലതരത്തിലുള്ള ചേഷ്ടകളും ആംഗ്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ സംഗീതം, നൃത്തം, ചിത്രരചന, അതെ, പല പാട്ടുകളിലൂടെ സംസാരിക്കാം അല്ലേ. അതുപോലെ തന്നെ നൃത്തം, പലതരം നൃത്തങ്ങളും പലതിനെക്കുറിച്ചും, ഇപ്പോൾ ഓട്ടംതുള്ളൽ പോലെയുള്ളതും അങ്ങനെയൊക്കെയുള്ള, അതുപോലെ ചിത്രരചന, ഒരാശയം കൺവേ ചെയ്യാൻ നമുക്കൊരു ചിത്രം നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ തുടങ്ങി കലാരൂപങ്ങൾ, അതുപോലെ തന്നെ പദങ്ങളുടെ ലിഖിത ബിംബങ്ങൾ, അതായത് സിമ്പിൾസ്, ഇതൊക്കെ ഇപ്പോൾ ഒരു സിമ്പിൾസ് എന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്താണ്, അപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, നമുക്കത് കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ അടുത്ത് സ്കൂളാണ്, അല്ലെങ്കിൽ അവിടെ വാഹനങ്ങൾ പതുക്കെ പോകണം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു ആശയം വിനിമയം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില സംഭവങ്ങളാണ്. അതായത് ചില ആശയവിനിമയത്തിൻ്റെ 6 സങ്കേതങ്ങളുണ്ട് എന്ന് പറഞ്ഞതാണ്. ഇതൊക്കെയാണ് ആശയവിനിമയത്തിൻ്റെ 6 സങ്കേതങ്ങൾ. ഇങ്ങനെ ഭാഷ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് എന്തൊക്കെയാണ്? ഭാഷ മറ്റുള്ളവരുടെ ആശയവിനിമയം നടത്താൻ നമ്മെ സഹായിക്കുന്നു. ഭാഷ ആശയങ്ങളുടെ രൂപവത്കരണത്തിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഭാഷ സങ്കീർണമായ പ്രതിഭാസങ്ങളെ അപഗ്രഥിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സാധാരണഗതിയിൽ മനസ്സിൽ സൂക്ഷിക്കാൻ പ്രയാസമുള്ള ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ ഈ ഭാഷ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഭാഷ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, നമ്മൾ വിശദീകരിച്ചത്. മറ്റുള്ളവരുടെ ആശയവിനിമയം ചെയ്യാനും, അതുപോലെ ആശയങ്ങളുടെ രൂപവത്കരണത്തിനും, പിന്നെ സങ്കീർണമായ പ്രതിഭാസങ്ങളെ അപഗ്രഥിക്കാനും, സാധാരണഗതിയിൽ മനസ്സിൽ സൂക്ഷിക്കാൻ പ്രയാസമുള്ള ആശയങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനെല്ലാം തന്നെ ഭാഷ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു വ്യക്തിക്ക് വേണ്ട രീതിയിൽ ഭാഷ വികസിക്കണമെങ്കിൽ നല്ലൊരു മാതൃക ആവശ്യമാണെന്നൊക്കെ. അതെ, ഒരു അധ്യാപകന് വേണ്ട രീതിയിൽ ഭാഷയെ കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ആളായിരിക്കണം. എന്നാൽ മാത്രമേ അയാളുടെ അടുത്ത് വരുന്ന കുട്ടികളിൽ വേണ്ട വിധത്തിലുള്ള ഭാഷാ വികസനം സംഭവിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഒരു കുട്ടി എങ്ങനെയാണ് ഭാഷ പഠിക്കുന്നത്, ആ ഭാഷയിൽ എന്തിനാണ് ആദ്യം ഇമ്പോർട്ടൻ്റ്, ഏത് ക്രമത്തിലാണ് ഭാഷ പഠിക്കുന്നതിനെ കുറിച്ച് നോക്കാം. ആദ്യം ശ്രവണം, പിന്നീട് ഭാഷണം, പിന്നീട് വായന, പിന്നീട് ലേഖനം. അതായത് പലപ്പോഴും കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ഒരു ഭാഷ പഠിച്ചത്? നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് ഒരു ഭാഷ പഠിച്ചത്. അപ്പോൾ ഇവിടെ ആദ്യം നടന്നത് എന്താണ്? ശ്രവണമാണ്. പിന്നീട് എന്താണ്? കുട്ടി കേട്ട കാര്യങ്ങൾ അനുകരിച്ചുകൊണ്ട് അത് പറയുവാൻ ശ്രമിക്കുന്നു. അതാണ് ഭാഷണം. കുട്ടി അതുപോലെ പറഞ്ഞു നോക്കുന്നു. അങ്ങനെയാണ്. അതിനെല്ലാം ശേഷം കുട്ടി കാര്യങ്ങളെ കാണുമ്പോൾ അത് വായിക്കാനായിട്ട് ശ്രമിക്കുന്നു. കുട്ടി അറിയുന്ന ഭാഷ, ഇപ്പോൾ മലയാളം ആണ് കുട്ടിയുടെ ഭാഷയെങ്കിൽ കുട്ടി വായിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ എന്ന അക്ഷരം കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടിയുടേത് ആയാണെന്ന് പറയുമ്പോൾ അങ്ങനെ കുട്ടികൾ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് വായിക്കാൻ പഠിക്കുന്നു. അതിനുശേഷമാണ് ലേഖനം. ഇതാണ് ഭാഷാബോധനത്തിലെ മുൻഗണനാക്രമം. ആദ്യം ശ്രവണമാണ്, പിന്നീട് ഭാഷണം, പിന്നീട് വായന, പിന്നീടാണ് ലേഖനം, എഴുത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ യഥാക്രമം നോക്കുകയാണെങ്കിൽ ആദ്യം ലിസണിങ് ആണ്, പിന്നെ സ്പീക്കിംഗ് സംഭവിക്കുന്നു, പിന്നെ കുട്ടി റീഡിംഗ് ആണ്, അതിനുശേഷമാണ് റൈറ്റിംഗ്. ആദ്യം ലിസണിങ്, പിന്നെ സ്പീക്കിംഗ്, പിന്നെ റീഡിങ്, പിന്നെ റൈറ്റിംഗ്. അപ്പോൾ ഒരു LSRW എന്ന ക്രമത്തിലാണ് ഭാഷയുടെ ഒരു ക്രമം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഭാഷയുടെ വികസനത്തിന്, അതിന് വേണ്ടിയിട്ട് ഭാഷയുടെ ആർജനത്തിന്, ഭാഷ കൂടുതൽ ആർജിക്കാൻ വേണ്ടിയിട്ട് കാര്യക്ഷമത, ഭാഷയുടെ ആർജനത്തിൻ്റെ കാര്യക്ഷമത വിവിധ ഇന്ദ്രിയങ്ങളുമായി അതിന് എത്രമാത്രം ബന്ധപ്പെടുത്തുന്നു എന്നാണ്. ഒരു ഭാഷ പഠിക്കാൻ നമ്മൾ ചെവിയിലൂടെയാണ് കേൾക്കുന്നത്, കണ്ണിലൂടെയാണ് നമ്മളത് വായിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യക്ഷമമായൊരു ഉപയോഗം അത് അത്യാവശ്യമാണ് ഭാഷാ വികസനത്തിന്. ആദ്യഘട്ടങ്ങളിൽ അത് ദർശനേന്ദ്രിയത്തിനും അതുപോലെ തന്നെ ശ്രവണേന്ദ്രിയത്തിനുമാണ് കൂടുതൽ പ്രാധാന്യം. ആദ്യം കുട്ടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ദർശനത്തിലൂടെയുള്ള സംവേദനം ഊർജ്ജസ്വലമാകണമെങ്കിൽ ചിത്രങ്ങൾ, രേഖാചിത്രങ്ങൾ തുടങ്ങിയ സാമഗ്രികൾ സമൃദ്ധമായി ഉപയോഗിക്കണം. അതാണ് കുട്ടികളെ ആകർഷിക്കുകയുള്ളൂ. ഒരു ആന എന്ന് പറയുന്നതിലുപരി ആനയുടെ പടം കാണിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടികൾ അത് കൂടുതൽ ശ്രദ്ധിക്കുവാനിടയാകുന്നത്.
അതുപോലെ തന്നെ ശ്രവണേന്ദ്രിയം സ്വാഭാവികമായും ശബ്ദങ്ങളുടെ സംഗീതാത്മക കൊണ്ടും താളം കൊണ്ടും എല്ലാം ഉത്തേജിതമാകും. കുട്ടികൾ ഒരു പാഠഭാഗം ഇരുന്ന് വായിക്കുന്നതിനേക്കാളും കുട്ടികൾക്ക് ഇഷ്ടമാണ് താളബോധത്തോടെയുള്ള കവിതകൾ. അപ്പോൾ ഇതെല്ലാം തന്നെ വേണ്ട രീതിയിൽ പ്രയോഗിക്കുമ്പോഴാണ് കുട്ടിയിൽ ഭാഷാ വികസനങ്ങൾ സംഭവിക്കുന്നത്. അത് ഒരു അധ്യാപകന് അതുപോലെ തന്നെ മാതാപിതാക്കളെല്ലാം അതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഭാഷ വികസിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കുട്ടിക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃക വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഭാഷാ വികസനം സാധ്യമാകണമെങ്കിൽ അതിനെ അനുകരിക്കാൻ പറ്റിയ നല്ലൊരു മാതൃക കുട്ടിക്ക് ഉണ്ടാവണം. ഇതാണ് ഭാഷാ വികസനത്തെ പറ്റി നമുക്ക് ഒന്ന് പറയുവാനുള്ളത്. ഇനി നമുക്ക് ചില ഭാഷണ വൈകല്യങ്ങളെക്കുറിച്ച് നോക്കാം. അത് ചില കുട്ടികളിങ്ങനെ കൊഞ്ഞപ്പ് രീതിയിൽ സംസാരിക്കുന്നതും വ്യക്തതയില്ലാതെ സംസാരിക്കുന്നതും ചില കുട്ടികൾ വിക്ക് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഈ പ്രധാന ഭാഷണ വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഭാഷണ വൈകല്യങ്ങൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മന്ദഗതിയിലുള്ള പരിവർത്തനം മൂലമോ അസമർത്ഥമായ പഠനം മൂലമോ വ്യക്തിയിൽ വികസിക്കുന്ന തെറ്റായ ഭാഷണശീലങ്ങളാണ്. അതാണ് ഈ വൈകല്യങ്ങളായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്നത്. ചില അക്ഷരങ്ങൾ വിഴുങ്ങുക, തെറ്റായി ഉച്ചരിക്കുക, വ്യാകരണ നിയമങ്ങൾ തെറ്റായി പ്രയോഗിക്കുക, ഭാഷണവേഗം ക്രമീകരിക്കാതിരിക്കുക തുടങ്ങിയ രീതികളാണ് ഭാഷണ വൈകല്യങ്ങളായി കാണപ്പെടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊഞ്ഞ എന്ന് പറയുന്നത് ലിസ്പിംഗ് ആണ്. അതുപോലെ അസ്പഷ്ടത, സ്ലറിങ്, വിക്ക്, സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്. സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. അതാണ് വിക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് പ്രധാന ഭാഷണ വൈകല്യങ്ങൾ. കൊഞ്ഞ, ലിസ്പിംഗ്, അസ്പഷ്ടത, സ്ലറിങ്, വിക്ക്, സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ് ഇതൊക്കെയാണ് പ്രധാന ഭാഷണ വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കൊഞ്ഞ അല്ലെങ്കിൽ ഒരു കൊഞ്ഞപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടി ശൈശവകാലത്ത് കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം അവർ പല കാര്യങ്ങളും പറയുന്നത് വളരെയധികം കൊഞ്ഞലോട് കൂടിയിട്ടാണ്. അവർക്കൊരു കാര്യം വ്യക്തമായ രീതിയിൽ പറയാൻ അറിയുകയില്ല. എന്നാൽ കുട്ടി ആ ഒരു ഭാഷണ രീതി മാറ്റാതെ തുടരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടില്ലേ, കുട്ടികൾ സംസാരിക്കുന്ന അതേപോലെ മുതിർന്നവർ സംസാരിക്കരുതെന്ന്. കാരണം കുട്ടി അതാണ് ആ വാക്കെന്ന് പഠിച്ചു പോകും. ഇപ്പോൾ ചില കുട്ടികളെ കഴിഞ്ഞ് നോക്കി കാണാം മഴ എന്നുള്ളതിന് അവർ മയ എന്നാണ് പറയുക. അപ്പോൾ മുതിർന്നവരും കുട്ടിയോട് മഴ കാണുമ്പോൾ മയ എന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ കുട്ടി വിചാരിക്കും അത് മയയാണെന്നുള്ളത്. അങ്ങനെ വലുതാവുമ്പോഴും കുട്ടി മഴ എന്നുള്ളതിന് പകരം മയ എന്നുള്ള വാക്ക് തന്നെ പിന്തുടരുന്നു. ഇതാണ് പിന്നീട് അത് കൊഞ്ഞയായി മാറുന്നത്. അപ്പോൾ പല വാക്കുകളും കുട്ടി പിന്നെ കൊഞ്ഞപ്പോടാണ് സംസാരിക്കുന്നത്. അതായത് ഈ കൊഞ്ഞപ്പുള്ളവർക്ക് പല പദങ്ങളും വ്യക്തമായി ഉച്ചരിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അതിൽ വരുന്ന അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും മാറ്റമാണ്. അതാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. മഴ എന്ന് പറയുന്ന കുട്ടി മയ എന്ന് പറയുന്നത് ആ അക്ഷരങ്ങൾ മാറ്റി ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് കൊഞ്ഞപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നോക്കുന്നത് അസ്പഷ്ടതയാണ്, സ്ലറിങ്. ഇവിടെ സ്ലറിങ്ങിൽ കുട്ടികൾ വാക്കുകൾ അവർ ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ടായിരിക്കും അവർ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാവുകയില്ല. ഇതാണ് സ്ലറിങ് എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്ന മൂലമാണ് മിക്കപ്പോഴും അസ്പഷ്ടത ഉണ്ടാകുന്നത്. അതായത് നിർത്തേണ്ടിടത്ത് നിർത്താതെ വളരെ സ്പീഡിൽ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ പല വാക്കുകളും ഒരുമിച്ച് കൂടിച്ചേരുന്നത് കൊണ്ട് കാര്യങ്ങൾ വ്യക്തമാവുന്നില്ല. ഇതാണ് അസ്പഷ്ടത എന്ന് പറയുന്നത്. കുട്ടിക്ക് പറയാനുള്ളതെല്ലാം ഞൊടിയിടയിൽ പറഞ്ഞ് വ്യഗ്രതയിൽ അത് തീർക്കണം. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടിക്ക് അത്യധികമായ എന്തെങ്കിലും ഭയം മൂലം ഉണ്ടാകുന്ന വൈകാരിക പിരിമുറുക്കമോ അല്ലെങ്കിൽ ചില ഭാഷണ അവയവങ്ങളുടെ വൈകല്യമോ അസ്പഷ്ടതയ്ക്ക് കാരണമാകാം. എന്തെങ്കിലും ഒരു ഭയം തട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അതുമൂലമുണ്ടാകുന്ന ഒരു വൈകാരിക പിരിമുറുക്കം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഏതൊക്കെ അവയവവുമായി ബന്ധപ്പെട്ടാണോ അതിൻ്റെ ഏതെങ്കിലും ഒരു അവയവവുമായി ബന്ധപ്പെട്ട് വരുന്ന വൈകല്യമാണ് അസ്പഷ്ടതയ്ക്ക് സ്ലറിങ്ങിന് കാരണമാവുന്നത്. അതാണ്. അടുത്തത് വിക്കാണ്. അതിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും. അതായത് ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിച്ചു പോകും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വിക്കുള്ളവർ, അവരെന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ പറയാൻ ഉദ്ദേശിച്ച ആദ്യത്തെ അക്ഷരം അവർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും.
ഇങ്ങനെ ഒരക്ഷരം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ആ ഒരു പദം വേണ്ട രീതിയിൽ പറയാൻ കഴിയാതെ വരുമ്പോൾ ഇവരുടെ മുഖത്ത് ചില ചേഷ്ടകളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മുഖം പെട്ടെന്ന് ഒരു സൈഡിലേക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഇവരിങ്ങനെ ഒരു മുഖം കൊണ്ട് ഒരു പലതരം ചേഷ്ടകൾ കാണിക്കുന്നതായി നമുക്ക് സാധിക്കും. ഇതാണ് സ്റ്റാമറിങ്. സ്റ്റട്ടറിങ് എന്ന് പറയുന്നത് ഒരു പദം ആവർത്തിച്ച് പറയുന്നതും, സ്റ്റാമറിങ് അത് പറയാൻ കഴിയാതിരിക്കുമ്പോൾ കുട്ടി മുഖം കൊണ്ട് പല ചേഷ്ടകളും മറ്റും കാണിക്കുന്നു. ഇതാണ് സ്റ്റാമറിങ്. സാധാരണ ഇത് രണ്ടും ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. അതാണ് വിക്ക് എന്ന് മലയാളത്തിൽ ഇതിനെ പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ചില ഉത്കണ്ഠകളോ, ഭയം, മോഹഭംഗം, വൈരാഗ്യം, അരക്ഷിതത്വ ബോധം തുടങ്ങിയ വൈകാരിക പ്രശ്നങ്ങളാണ് ഈ വൈകല്യത്തിന് കാരണം. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ പ്രശ്നത്തിൻ്റെ വൈകാരികമായ സ്വഭാവത്തിനാണ് ഊന്നൽ നൽകേണ്ടത്. കുട്ടിക്ക് വിക്ക് സംഭവിക്കുവാനുണ്ടായ കുട്ടിയിലെ ഉത്കണ്ഠയോ അല്ലെങ്കിൽ ഭയമോ മോഹഭംഗമോ അല്ലെങ്കിൽ എന്തിനോടുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ ചില അരക്ഷിതത്വ ബോധമോ ഇതിനൊക്കെ കുറിച്ചാണ് ഈ വൈകാരിക പ്രശ്നങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത്. അല്ലാതെ ഇത് കുട്ടിയുടെ ഭാഷണ വൈകല്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തകരാറ് മൂലമല്ല. വൈകാരികമായൊരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് കുട്ടിയിൽ വിക്കുണ്ടായത്. അപ്പോൾ അതിനാണ് വൈകാരികമായ ആ പ്രശ്നത്തിനാണ് ഇവിടെ മുൻഗണന കൊടുക്കേണ്ടതെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ കൊഞ്ഞ, അസ്പഷ്ടത, വിക്ക്, അതായത് ലിസ്പിംഗ്, സ്ലറിങ്, സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഭാഷണ വൈകല്യങ്ങൾ. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ കേട്ട പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പം തോന്നുമെങ്കിലും അത് ശ്രദ്ധിച്ചു പോവുക. ഓരോ ഭാഗത്ത് എന്താണ് പറയുന്നുള്ളതെന്ന് ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നോക്കാം. അത് കുട്ടിയുടെ ഒരു ഭാഷ, അതിൻ്റെ വികസനം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടിയുടെ ഭാഷ സ്വാധീനിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ്. മാതാപിതാക്കളുടെ ഭാഷ, സാംസ്കാരിക ഘടകങ്ങൾ, പാരിസ്ഥിതിക ഘടകങ്ങൾ, പരിപക്വന നിലവാരം, കായിക നിലവാരം, വൈകാരിക വികസനം, ബുദ്ധി നിലവാരം, കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം, കുടുംബത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക നിലവാരം, അധ്യാപകൻ്റെ ഭാഷ, ഇതെല്ലാം ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മാതാപിതാക്കളുടെ ഭാഷയും സാംസ്കാരിക പരിസ്ഥിതി ഘടകങ്ങളും, പരിപക്വന നിലവാരം, കായിക നിലവാരം, വൈകാരിക വികസനം, ബുദ്ധി നിലവാരം, കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം, കുടുംബത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക നിലവാരം, അധ്യാപകൻ്റെ ഭാഷ. ഇപ്പോൾ കുടുംബത്തിൽ ഒരു മുതിർന്ന കുട്ടികളുള്ള വീട്ടിലെ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി പെട്ടെന്ന് ഭാഷ പഠിച്ചെടുക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ ആ മൂത്ത കുട്ടികളുടെ സംസാരങ്ങളെ ശ്രദ്ധിക്കുകയും അവർ പെട്ടെന്ന് തന്നെ ഭാഷ പഠിച്ചെടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല അധ്യാപകൻ നല്ല രീതിയിൽ ലാളിത്യബോധത്തോടെ ഭാഷ കൈകാര്യം ചെയ്യുന്നവനായിരിക്കണം. ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇതെല്ലാം കുട്ടികളുടെ ഭാഷാ വികസനത്തിന് ഏറെ സഹായകമാകുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ, ഒരു കുടുംബത്തിലാണല്ലോ ഒരു കുട്ടി ആദ്യം വളരുന്നത്. അപ്പോൾ കുട്ടി ആദ്യം പഠിക്കുന്നത് മാതാപിതാക്കൾ പറയുന്ന ഭാഷ കേട്ടിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ടുള്ള നോം ചോസ്കിയുടെ അഭിപ്രായങ്ങളെക്കുറിച്ചാണ്. നോം ചോസ്കിയാണ് ഇതിനൊക്കെ ചില കോഡുകളിലൂടെ, അതായത് ചില സിദ്ധാന്തങ്ങളും അതിൻ്റെ ഉപജ്ഞാതാക്കളെക്കുറിച്ച് കോഡുകളിലൂടെയുള്ള ക്ലാസ്സുകൾ മുൻകാലങ്ങളിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ സിദ്ധാന്തങ്ങളും കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അവരുടെ പേരുകൾ ഓർമ്മ വരും. നമ്മൾ അതിനുള്ള കോഡുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ മുൻകാലത്തിൽ ഇതിലെ മുൻകാല വീഡിയോസിൽ ഒരു 5 വീഡിയോസ് നമ്മൾ ഏകദേശം ഒരു 81 സിദ്ധാന്തങ്ങളും അതിൻ്റെ ഉപജ്ഞാതാക്കളെയും കുറിച്ച് ഉള്ള കോഡ് മുഖേനയുള്ള ക്ലാസ്സുകളാണ്. അത് കേട്ടവർക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഭാഷ കേൾക്കുമ്പോൾ തന്നെ അത് നോം ചോസ്കി ആണെന്ന് ഓർമ്മ വരും. അപ്പോൾ നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സുകൾ പോയി കേൾക്കുക. അത് നിങ്ങൾക്ക് സിദ്ധാന്തങ്ങളും അവരുടെ ഉപജ്ഞാതാക്കളെയും കുറിച്ച് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോം ചോസ്കി ഭാഷയെക്കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ നോം ചോസ്കിയുടെ അഭിപ്രായം സ്കിന്നറുടെയൊക്കെ അഭിപ്രായത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഈ സ്കിന്നറിനെ കുറിച്ച് നമ്മൾ വഴിയ ക്ലാസ്സുകളിൽ പഠിക്കും. അദ്ദേഹത്തിൻ്റെ ഓപ്പറൻ്റ് കണ്ടീഷനിങ് ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്കിന്നറുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഭാഷ പഠിക്കുന്നത് അനുകരണത്തിലൂടെയാണ് എന്നുള്ളതാണ്. അതായത് മുതിർന്നവർ പറയുന്നത് കേട്ടാണ്
കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന അനുമാനത്തിലാണ് സ്കിന്നർ എല്ലാം എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം അതിനെക്കുറിച്ചൊരു ഓപ്പറൻ്റ് കണ്ടീഷനിങ് വഴിയാണ് ഏത് ചേഷ്ടയും കുട്ടി പഠിച്ചെടുക്കുന്നത്. അത് നമുക്ക് കൂടുതൽ വിശദമായി പഠിക്കാം. എന്നാൽ ഈ സ്കിന്നർ പോലെയുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ വാദഗതികളെ പാടെ നിരസിച്ചുകൊണ്ടാണ് നോം ചോസ്കി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഭാഷ നിർമ്മിക്കപ്പെടുകയാണ്, ഭാഷയുടെ പ്രാഗ്രൂപം നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട്, അതുപയോഗിച്ച് ഭാഷ നിർമ്മിച്ചെടുക്കുവാനും അറിവ് ആർജിക്കാനുമാണ് കുട്ടിയെ പ്രാപ്തനാക്കേണ്ടത് എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഒരു കുട്ടിയുടെ ഭാഷ, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മസ്തിഷ്കത്തിൽ ഓൾറെഡി ഉണ്ട്, സംക്ഷിപ്തമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അത് ഉപയോഗിച്ച് ഭാഷ നിർമ്മിക്കാനും അറിവ് ആർജിക്കാനുമാണ് കുട്ടിയെ പ്രാപ്തനാക്കേണ്ടതെന്നാണ് നോം ചോസ്കി പറയുന്നത്. അദ്ദേഹം പറയുന്നു, അറിവ് എന്നത് കേവലം വിവരം എന്ന അർത്ഥത്തിലല്ല, വിജ്ഞാനം എന്ന അർത്ഥത്തിലാണ് ഇവിടെ വിവക്ഷിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നു, ഈ മൃഗങ്ങളിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ചേഷ്ട വ്യതിയാനങ്ങളുമായി ഭാഷാ പഠനത്തെ തുലനം ചെയ്ത് ശരിയല്ല. അതിനേക്കാൾ ഉത്കൃഷ്ടമാണ് മനുഷ്യൻ്റെ ഭാഷ എന്നാണ് നോം ചോസ്കി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുറേ ആശയങ്ങളെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നുണ്ട്. അതെല്ലാം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത്, പറയുന്ന ആളിനും കേൾക്കുന്ന ആളിനും എണ്ണമില്ലാത്തത്ര വാക്യങ്ങൾ സൃഷ്ടിക്കാനും മനസ്സിലാക്കാനും കഴിയും. അനുകരണത്തിലൂടെയും പരിശീലനത്തിലൂടെയുമാണ് ഭാഷ സ്വായത്തമാക്കുന്നതെങ്കിൽ അനന്തമായി വാക്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക സാധ്യമല്ല. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഒരു കവിയാണെന്ന് വിചാരിക്കുക. അയാൾ ഒരുപാട് കവിതകൾ എഴുതുന്നുണ്ട്, എന്നാൽ എല്ലാവരും കവിതകൾ എഴുതുന്നില്ല. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ആ ഒരു കഴിവ് അയാളിൽ ഓൾറെഡി സംക്ഷിപ്തമായിട്ടുണ്ട്. അയാൾക്ക് ഒരുപാട് പദസമ്പത്തുകളും കാര്യങ്ങളും മറ്റുള്ളവരെക്കാൾ അയാളിലുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് അതൊരിക്കലും അനുകരണത്തിലൂടെയല്ല, അയാൾ അനുകരിച്ചുകൊണ്ടല്ല ഒരു കവിത എഴുതുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾ എഴുതി കണ്ടിട്ടല്ല, അയാളുടെ ഭാവനയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെയാണ് അയാൾ കവിതകൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്ന് ചിന്തിച്ചാൽ ഇവിടെ എന്താണ് നോം ചോസ്കിയുടെ ആശയം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മനുഷ്യർക്ക് മാത്രമുള്ള സിദ്ധിവിശേഷമാണ് ഭാഷ. മൃഗങ്ങളുടെ ആശയവിനിമയ വ്യവസ്ഥയേക്കാൾ സങ്കീർണവും കാര്യക്ഷമവുമാണ് മനുഷ്യൻ്റെ ഭാഷാ വ്യവസ്ഥ. അത് നമുക്ക് മനുഷ്യന് മാത്രം ഉള്ളൊരു കഴിവാണ് സംസാരിക്കാനുള്ള കഴിവ്. അത് മറ്റുള്ള മൃഗങ്ങളുടെ ആശയവിനിമയത്തേക്കാൾ വളരെ സങ്കീർണവും കാര്യക്ഷമമാണ്. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അടുത്തത്, 2 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികൾ ഭാഷാ പഠനം ആരംഭിക്കുന്നു. 4-5 വയസ്സാകുമ്പോഴേക്കും മാതൃഭാഷയിലെ ആവശ്യം വേണ്ട വ്യാകരണ നിയമങ്ങളും അവർ പഠിക്കുന്നു. അതായത് കുട്ടി ഒരു കാര്യം, ഞാൻ ഇന്നലെ പോകും അല്ലെങ്കിൽ ഞാൻ നാളെ പോയി അങ്ങനെ പറയുകയില്ല. അതായത് ഇതൊന്നും കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ആരും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പോലും കറക്റ്റായി വേണ്ടിടത്ത് വേണ്ട വ്യാകരണങ്ങളെ വെച്ചുകൊണ്ടാണ് കുട്ടി സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ പോകും എന്നല്ല അവർ പറയുക, ഞാൻ ഇന്നലെ പോയി. നാളെ പോയി എന്നല്ല, നാളെ പോകുമെന്ന് തന്നെയാണ് കുട്ടികൾ പറയുന്നത്. ഇതൊന്നും ആരും അഭ്യസിപ്പിച്ചുകൊണ്ടല്ല, അവർ താനെ അതെല്ലാം കാലനിർണയത്തിൽ കാലം ചെല്ലുന്തോറും അവർ അതെല്ലാം പഠിച്ചെടുക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അടുത്തത്, പരിചയപ്പെടുന്ന ഭാഷ പലപ്പോഴും പരിമിതവും അപൂർണവും ക്രമരഹിതവുമായിരിക്കും. പക്ഷേ വികസിപ്പിച്ചെടുക്കുന്ന ഭാഷാശേഷി മിക്കവാറും പുഷ്ടവും വ്യവസ്ഥാപൂർണവുമാണെന്ന് കാണാൻ കഴിയും. പരിചയപ്പെടുന്നത് മാത്രമല്ല, കുട്ടികൾ ഭാഷണ രൂപത്തിൽ പുറത്തുവിടുന്നത്. അതായത് കുട്ടി കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ പലതും ചിലപ്പോൾ അപൂർണമായിട്ടോ അല്ലെങ്കിൽ ക്രമരഹിതമായിട്ടോ ഒക്കെ ആയിരിക്കും കുട്ടി കേൾക്കുക. എന്നാൽ വേണ്ട രീതിയിൽ വാക്യങ്ങളെ പ്രയോഗിക്കുവാനെല്ലാം കുട്ടിക്ക് തന്നിൽ തന്നെ ഒരു കഴിവുണ്ട് എന്നാണ് നോം ചോസ്കിയുടെ അഭിപ്രായം. മസ്തിഷ്കം ഏറ്റവും അധികം വളർച്ച പ്രാപിക്കുന്നത് 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. കുട്ടികളുടെ ഭാഷാ പഠനം ഏറ്റവും തീവ്രമായി നടക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. അടുത്തത്, ഭാഷകൾക്ക് ചില സാർവലൗകിക സ്വഭാവങ്ങളുണ്ട്.
ഘടനാപരമായി വളരെ സാമ്യമുള്ളവയാണ് ഭാഷകളെന്നും വ്യത്യസ്ത ഭാഷകൾ തമ്മിൽ ബാഹ്യമായ ചില ലക്ഷണങ്ങളിൽ മാത്രമാണ് പ്രകടമായ അന്തരമുള്ളത് എന്നും ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ തന്നെ മറ്റ് ലാംഗ്വേജുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ പല വാക്കുകളും നമ്മുടെ ഭാഷയിലുള്ളതായി കാണാം. അത് പല ഇതിൽ നിന്ന് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളും സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓരോ ഭാഷകളും മറ്റു ഭാഷകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണെന്നൊക്കെ നമ്മൾ മുൻകാല ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. സംസാരിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ള കഴിവ് എന്ന നിലയിലാണ് ഭാഷയെ നാം വീക്ഷിക്കുന്നത്. സംസാരിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനുമുള്ള കഴിവ് എന്ന നിലയിലാണ് ഭാഷയെ നാം വീക്ഷിക്കുന്നത്. ഇപ്പോൾ ഭാഷാ സംബന്ധമായി രണ്ട് വ്യക്തികൾക്കുള്ള അറിവ് ഒരേ അളവിലാണെങ്കിലും ഈ അറിവ് പ്രയോഗിക്കുന്ന കാര്യത്തിൽ അവർ തമ്മിൽ പ്രകടമായ അന്തരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ മലയാളം ഒരു ഭാഷയാണ് എന്ന് വെച്ച് മലയാളം അറിയുന്നവരെല്ലാവരും കവികളോ പ്രാസംഗികരോ ഒന്നും ആയിത്തീരുന്നില്ല. അവർ ഉപയോഗിക്കുന്ന രീതി, അതിൻ്റെ അളവ് അവരറിയുന്നത് അത്ര ഒരുപോലെ രണ്ടുപേർക്കും പദസമ്പത്തുകളും ഭാഷയെക്കുറിച്ചെല്ലാം അറിയാമെങ്കിലും അത് പ്രയോഗിക്കപ്പെടുന്ന രീതിയിൽ വളരെയധികം വ്യത്യസ്തമുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭാഷാജ്ഞാനം മനസ്സിൻ്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ തന്നെയാണ്. മനസ്സിൽ ഭാഷാ ഘടകമെന്ന വേർതിരിച്ചെടുക്കാവുന്ന ഒരു ഘടകമുണ്ടെന്നും അതിന് വ്യക്തമായ സവിശേഷതകളും ഘടനകളും വ്യവസ്ഥയുമുണ്ടെന്നും ചോംസ്കി അസിഗ്നമായി പ്രസ്താവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്നുള്ളത്. രചനാന്തരണ പ്രജനന വ്യാകരണം അദ്ദേഹത്തിൻ്റെയാണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ, രചനാന്തരണ പ്രജനന വ്യാകരണം എന്ന അദ്ദേഹത്തിൻ്റെ ആശയവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഭാഷയുടെ മുഖ്യ ധർമ്മം ആശയങ്ങളെ കൺവേ ചെയ്യുക, ആശയങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കൊടുക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ഒരു കുട്ടിയോട് നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം കുട്ടികൾ പറയുന്നത് വെറും സംവേദനമല്ല, മറിച്ച് ചോദ്യത്തോടുള്ള പ്രതികരണം വ്യക്തമാക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതിനും ആശയാവതരണം, അതായത് കോംപ്രിഹെൻഷൻ ആവശ്യമാണ്. എന്നിരിക്കലും അതുകൊണ്ട് മാത്രം ഭാഷാധർമ്മം പൂർണ്ണമായി നിറവേറ്റപ്പെടുന്നില്ല. ഭാഷാ ശേഷി വളരുന്നതും സ്വായത്തമാക്കുന്നതെല്ലാം സംവാദത്തിലൂടെയാണ്. അത് പ്രയോഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ ശേഷി, അതിൻ്റെ എല്ലാ തലങ്ങളും വളരുന്നത്. സംഭാഷണം, കഥാവതരണം, കവിത ആലാപനം, അനുഭവ വിവരണങ്ങൾ, യാത്രാ വിവരണങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഭാഷാജ്ഞാനം വളരുകയുള്ളൂ. കാരണം ഒരു കുട്ടി കഥ പറയുമ്പോഴാണ് കൂടുതൽ പദങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രായോഗിക തലങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ ബോധവാനാവുന്നത്. അപ്പോഴാണ് കുട്ടി കൂടുതൽ വാക്കുകൾ പഠിക്കുന്നത്, അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ചെല്ലാം കുട്ടി പഠിക്കുന്നത്. ഇപ്പോൾ കുറേ പദങ്ങളോ അല്ലെങ്കിൽ വാക്യങ്ങളോ പരിചയിച്ചത് കൊണ്ടും ഹൃദ്യസ്ഥമാക്കിയത് കൊണ്ടും ഭാഷാ പ്രയോജനം പൂർണ്ണ നിലയാവില്ല. ഭാഷാചിന്തയെ സ്വാധീനിക്കുന്നതോ ചിന്ത ഭാഷയുടെ മേൽ അധിശത്വം സ്ഥാപിക്കുമോ എന്നൊരു ചോദ്യവുമുണ്ട്. എന്നാൽ ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്നാണ് ചോംസ്കിയുടെ പക്ഷം. ഒരു ഘടന പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ആ ഘടന മനസ്സിൽ ഒരാശയമായി നിർമ്മിക്കപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എന്നൊരു കാര്യം, ഇപ്പോൾ ഒരു ദിസ് ഈസ് എ പെൻ, അങ്ങനെ അപ്പോൾ ദിസ് ഈസ് എന്താണ് കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ ദിസ് ഈസ് എ പെൻ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ദിസ് ഈസ് എന്ന ഘടന ഊന്നണമെന്ന നിർബന്ധമില്ല. കുട്ടി പേനയെക്കുറിച്ചും ആ പേനയുടെ ഭംഗിയെക്കുറിച്ചും അതിൻ്റെ കളറിനെക്കുറിച്ചും അതൊക്കെയാവും പലപ്പോഴും ചിന്തിക്കുക. അതുപോലെ തന്നെ ഇതേപോലെ അദ്ദേഹം ഒരു പെൻസിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പൂവെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇല എടുത്തുകൊണ്ടൊക്കെ ദിസ് ഈസ് ലീഫ്, ദിസ് ഈസ് പെൻസിൽ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി ആ വസ്തുവിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക. എന്നാൽ ഇതേ ഒരു ഘടന തന്നെ വ്യത്യസ്തമായ വിവിധ ആശയങ്ങളെ, ഇപ്പോൾ ദിസ് ഈസ് എ ബോയ്, ദിസ് ഈസ് എ പെൻ, അങ്ങനെ ദിസ് ഈസ് ജോൺ,
ദിസ് ഈസ് ഗുഡ്, ദിസ് ഈസ് ഡേർട്ടി എന്നിങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടി ദിസ് ഈസ് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുവാനിടയിൽ ആ ഘടന അതെന്താണെന്ന്, അപ്പോഴാണ് കുട്ടിയുടെ ഉള്ളിൽ ആ ആശയം കൂടുതൽ എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാവുന്നത്. അതായത് കുറേ വാക്യങ്ങളോ അല്ല കുട്ടിയുടെ മനസ്സിൽ തങ്ങേണ്ടത്, നിർമ്മിക്കപ്പെടുന്ന ആശയങ്ങളാണ്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടി അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അനേക കാര്യങ്ങളെ കുട്ടിക്ക് ഇവിടെ പറയുവാൻ കഴിയണം. അപ്പോൾ ഭാഷ നിർമ്മിക്കപ്പെടുകയാണ് എന്നാണ് നോം ചോസ്കി പറയുന്നത്. ഒരു വൈകാരിക സമഗ്ര ചിത്രം മനസ്സിൽ നിർമ്മിച്ചെടുക്കാനാണ് കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കേണ്ടത്. അതായത് ഒരു ഇമോഷണൽ ഗസ്റ്റാൾട്ട്, അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു അത് കേട്ട് പഠിച്ചു എന്നതിലല്ല. കുട്ടി അത് സ്വയം പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടി അത് സ്വയം പറയാൻ പ്രാപ്തനാവുന്ന തലത്തിൽ ഭാഷ കുട്ടിയിൽ നിർമ്മിച്ചെടുക്കുകയാണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കുട്ടിക്കൊരു ആശയം എന്തിനേക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് നേരെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അവരുടെ മനസ്സിൽ അത് ഉറയ്ക്കണമെന്നില്ല. ഏതെങ്കിലും വിധത്തിൽ കഥയായോ കവിതയായോ കാർട്ടൂണായോ ചിത്രമായോ ഒക്കെ അത് പുനരാവിഷ്കരിക്കാൻ സാധിച്ചാൽ ആ ആശയം സ്വായത്തമായി എന്ന് കരുതാം. അപ്പം അതുകൊണ്ടാണ് പല പാഠഭാഗങ്ങളും കഥകളിലൂടെ അവതരിക്കുമ്പോൾ കുട്ടികളത് മറക്കില്ല. വെറുതെ അങ്ങ് ടീച്ചർ ഒരു പാഠഭാഗം വായിച്ചു പോയാൽ അത് അവരുടെ മനസ്സിൽ നിൽക്കുകയില്ല. എന്നാൽ കുട്ടികൾ അതിലുള്ള ഒരു കഥയിലുള്ള ക്യാരക്ടേഴ്സിനെ പല രൂപങ്ങളായിട്ട് കുട്ടിയുടെ മുമ്പിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ അത് കുട്ടിയെ കൂടുതൽ ആകർഷിക്കുകയും കുട്ടി ആ കാര്യം വളരെ ശ്രദ്ധിക്കുകയും കുട്ടി അതിലെ ആശയങ്ങളെല്ലാം തന്നെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. തന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും കുട്ടി തന്നെ സ്വതന്ത്രമായി ചെയ്യാനുള്ള അവസരം കുട്ടിക്ക് നൽകുക. അത് കൂടുതൽ ഫലവത്താകുമെങ്കിൽ അത് ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വഴിയോ അങ്ങനെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അവർ തന്നെ അത് അവതരിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം അവരിൽ ആ കാര്യങ്ങൾ മെച്ചമായി ചെയ്യുവാൻ സാധിക്കുന്നു എന്നതൊക്കെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇങ്ങനെ അധ്യാപകൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആശയം ഇങ്ങനെ പറയുകയാണ്, ഒരു പദം ഇങ്ങനെ പറയുകയാണ്, ഞാനും എൻ്റെ സുഹൃത്തും കൂടി കാത്തു നിൽക്കുകയായിരുന്നു എന്നൊരു വാക്യം സങ്കല്പിക്കുക. സ്വാഭാവികമായും അവിടെ കുട്ടികളുടെ ജിജ്ഞാസ വർദ്ധിക്കുന്നു. എവിടെയാണ് കാത്തു നിൽക്കുന്നത്? എന്തിനു വേണ്ടി കാത്തു നിൽക്കുന്നു? ആരാണ് ഞാൻ? അല്ലെങ്കിൽ ആരെയാണ് കാത്തു നിൽക്കുന്നത്? സുഹൃത്ത് ആരാണ്? ഇങ്ങനെ വിവിധങ്ങളായ ചോദ്യങ്ങൾ കുട്ടിയുടെ മനസ്സിൽ ഉന്നയിക്കപ്പെടുകയും അല്ലെങ്കിൽ കുട്ടി അത് ചോദിക്കുകയും ഉത്തരങ്ങൾ ഊഹിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ കുട്ടികൾക്കും ഒരേ ഉത്തരമാകുകയില്ല ലഭിക്കുന്നത്. അവരവരുടെ മനസ്സിൻ്റെ ആ രീതികളനുസരിച്ചാണ് അവരവിടെ ഉത്തരം പറയുക. ഇവിടെ അറിവ് നിർമ്മിക്കപ്പെടുകയാണ്. ഭാഷയുടെ നിർമ്മാണത്തിന് സഹായകമായ അറിവ് സൃഷ്ടിച്ചെടുക്കുന്നതിന് ഉചിതമായ രീതിയിൽ അവസരങ്ങൾ ഒരുക്കാൻ ഒരു ഭാഷാ അധ്യാപകന് കഴിയണം. അപ്പോൾ നോം ചോസ്കി പറയുന്നത് ഭാഷ അനുകരിക്കുകയല്ല, ഭാഷ സ്വയം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നതാണ് നോം ചോസ്കിയുടെ അഭിപ്രായം. ഇനി നമുക്ക് വൈഗോസ്കിയുടെ ചില വീക്ഷണങ്ങളെക്കുറിച്ച് നോക്കാം. അദ്ദേഹം പഠനത്തെ സംബന്ധിച്ച് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി, അതായത് സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വിശദമായിട്ട് ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. അദ്ദേഹം ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിൽ ഭാഷാ പഠനത്തിലും ഭാഷാ ബോധനത്തിലുമുള്ള പ്രത്യേക പ്രസക്തിക്ക് മാത്രമാണ് പരാമർശിക്കപ്പെടുന്നത്. ആ സിദ്ധാന്തത്തിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് കൂടുതൽ വിശദമായ രീതിയിൽ നമുക്ക് പഠിക്കാം. അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹിക പ്രസക്തിയും സാമൂഹിക ബന്ധവുമാണ് വൈഗോസ്കിയുടെ സിദ്ധാന്തത്തിൻ്റെ ആണിക്കല്ല്. അതായത് വിദ്യാഭ്യാസം കൊണ്ട് ആ വിദ്യാഭ്യാസത്തിന് സമൂഹത്തിനുള്ള പ്രസക്തി, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആണിക്കല്ലെന്ന് പറയുന്നത്. സാമൂഹിക പരസ്പര വർത്തനത്തിലൂടെയും സമൂഹത്തിൻ്റെ സഹകരണം വഴിയും പഠിതാവ് വിജ്ഞാനം സൃഷ്ടിക്കുകയാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഈ പ്രക്രിയയിൽ സമൂഹത്തിൻ്റെ സംസ്കാരം, അതായത് ഒരു സമൂഹം അതിൻ്റെ കൾച്ചർ, ആ സംസ്കാരത്തിൻ്റെ ഏറ്റവും സ്പഷ്ടമായ തെളിവും അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ശക്തമായ ഉപകരണവുമായ ഭാഷയാണ് സുപ്രധാനം എന്ന് കരുതുന്നു. അതായത് ഒരു സമൂഹം അതിന് പ്രത്യേകമായൊരു സംസ്കാരവും ഭാഷാ രീതികളെല്ലാം തന്നെ ഉണ്ടാകും.
അപ്പോൾ ഈ ഒരു സംസ്കാരത്തിൻ്റെ വളർച്ച അവിടെ അതിൻ്റെ വളർച്ചയിൽ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്ന ഉപകരണം ഭാഷ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം കരുതുന്നത്. അതായത് ഒരു ജനതയുടെ സംസ്കാരം അതിൻ്റെ ഭാഷയിൽ പ്രതിഫലിക്കുന്നു. ആ ചിലരുടെ ഭാഷ കേൾക്കുമ്പോൾ ആ ഒരു സംസ്കാരം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഭാഷ സംസ്കാരത്തെ ഭാവി തലമുറയിലേക്ക് മാധ്യമമായും അതിനെ പരിഷ്കരിക്കാനും വളർത്താനുമുള്ള ഏറ്റവും ശക്തമായ ഉപാധിയായി വർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം ഭാഷയെക്കുറിച്ച് പറയുന്നത്. അതായത് ഒരു ഭാഷ ആ സംസ്കാരത്തിൻ്റെ ഭാവി തലമുറയിലേക്ക് പകരാനുള്ള മാധ്യമമാണ്. അതെ, നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ തലമുറകൾ കേൾക്കുന്നതും പഠിക്കുകയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഷ അതിനുള്ളൊരു മാധ്യമമാണ്. അതിനെ പരിഷ്കരിക്കാനും വളർത്താനുമുള്ള ഏറ്റവും ശക്തമായ ഉപാധിയായും വർദ്ധിക്കുന്നു. ഇപ്പോൾ ഓരോ സംസ്കാരത്തിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്സ് ആ ഭാഷയുടെ രീതിയിലെല്ലാം നമുക്കത് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഭാഷാ പഠനത്തിന് വിദ്യാഭ്യാസത്തിലും അതുവഴി ഉണ്ടാകേണ്ട വികസനത്തിലും ഉള്ള പങ്ക് നിർണായകമാകുന്നു. ഇത് മനസ്സിലാക്കി ശരിയായ ഭാഷാ പഠനം, സാമൂഹിക പ്രസക്തി മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഭാഷാ പഠനം, ആവിഷ്കരണം എന്നതാണ് അതിനാണ് പ്രധാന ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം ഭാഷയിലെ പദങ്ങളുടെയും മറ്റ് ഘടകങ്ങളുടെയും അർത്ഥത്തെയും പ്രായോഗിക രീതിയെയും പോലും നിയന്ത്രിക്കുന്നത് സംസ്കാരവും അക്കാരണത്താൽ സമൂഹവും ആണെന്നത്രേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഭാഷ അതിലത്തെ പദങ്ങളും മറ്റ് ഘടകങ്ങളും അതിൻ്റെ അർത്ഥവും പ്രയോഗിക്കുന്നതെല്ലാം ആ ഒരു സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹം ഈ സംസ്കാരമുള്ള ഒരു സമൂഹവും ഇതെല്ലാം ഉൾപ്പെട്ട അങ്ങനെയാണ് അതിൽ ആ ഭാഷ ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് നല്ലൊരു ഭാഷാ അധ്യാപകന് ഒരു ഭാഷയുടെ ഏത് അംശം അഭ്യസിക്കാൻ സഹായിക്കുമ്പോഴും അത് പദമാകട്ടെ, വ്യക്തി മാതൃകയാകട്ടെ, ഭാഷാ നിയമങ്ങളാകട്ടെ, ഭാഷയുടെ ചേതനയായ സാഹിത്യ സൃഷ്ടികളാകട്ടെ എല്ലാം അവതരിപ്പിക്കുന്നത് അതിൻ്റെ സാമൂഹികവും സാംസ്കാരികമായ പശ്ചാത്തലത്തിലാവണം. അപ്പോൾ ഒരു അധ്യാപകൻ ഈ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ അതായത് ഒരു കുട്ടി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് ഒരു വാക്യമാതൃകയായ തന്നെ അല്ലെങ്കിൽ ഒരു പദം, അതെല്ലാം അപ്പോഴുള്ള ആ സാമൂഹിക സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലാവണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകൻ, പൊതുവായും ഭാഷാ അധ്യാപകർ പ്രത്യേകിച്ചും വിജ്ഞാന സൃഷ്ടിയിൽ സമൂഹത്തിനും സംസ്കാരത്തിനും അതുവഴി ഭാഷയ്ക്കുമുള്ള പ്രസക്തി ഉൾക്കാഴ്ചയോടെ മനസ്സിലാക്കിയിരിക്കണം. ഇതൊക്കെയാണ് വൈഗോസ്കിയുടെ ചില അഭിപ്രായങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഭാഗവുമൊക്കെയായി ബന്ധപ്പെട്ട് ഇന്ന് എടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കുട്ടികളിൽ ഭാഷാ വികസനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാക്രമം നമ്മളത് ഈ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടി ആദ്യം ഭാഷ കേൾക്കുന്നു, പിന്നെ അത് സംസാരിക്കുന്നു, പിന്നെ കുട്ടി വായിക്കുന്നു, പിന്നെ കുട്ടി എഴുതുന്നു. അപ്പോൾ ഈ ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ അതിൻ്റെ ക്രമം ഞാൻ മറ്റു ഓപ്ഷൻസ് വായിക്കുന്നില്ല. ഇതിലെ ആദ്യത്തേത് തന്നെയാണ് ഉത്തരം. കുട്ടി ആദ്യം ഭാഷ കേൾക്കുന്നു, ശ്രവണം, ഭാഷണം, വായന, ലേഖനം എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഓർഡർ നമ്മൾ പഠിച്ചു വെക്കണം. അത് നമുക്ക് വളരെ വ്യക്തവുമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കുട്ടികളിൽ ഭാഷാ വികസനത്തിന് അനുവർത്തിക്കേണ്ട മുൻഗണനാ ക്രമമാണ് ഒരു ഭാഷ ആദ്യം കേൾക്കുക, പിന്നെ അത് പറഞ്ഞു ശ്രമിക്കുന്നു, പിന്നീട് അത് വായിക്കുക, പിന്നീട് അത് എഴുതുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശൈശവകാലത്തെ ഭാഷണരീതി തുടരുന്നത് മൂലം കുട്ടികൾക്ക് ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കുവാൻ പറ്റാത്ത അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഏതാണ് ഉത്തരം? അതായത് ശൈശവകാലം, കുഞ്ഞായിരിക്കുമ്പോഴുള്ള കാലത്ത് ആ ഒരു ഭാഷ തുടരുന്നത് കൊണ്ട് കുട്ടികൾക്ക് ചില പദങ്ങൾ വ്യക്തമായി ഉച്ചരിക്കുവാൻ പറ്റാതെ വരുന്ന അവസ്ഥ ഏതാണ്? കുട്ടി കുഞ്ഞുനാളിൽ പറഞ്ഞ ആ കൊഞ്ചി പറഞ്ഞ വാക്കുകൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നത് എന്താണ്? കൊഞ്ഞയാണ് അതിൻ്റെ ഉത്തരം. അത് വിക്ക്, കൊഞ്ഞ, അസ്പഷ്ടത ഇവയൊന്നുമല്ല, ലിസ്പിംഗ് ആണ്. കൊഞ്ഞയാണ് അതിൻ്റെ ഉത്തരം. ലിസ്പിംഗ്, കൊഞ്ഞ എന്നതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും
എല്ലാ ആശംസകളും നേരുന്നു. താങ്ക്